ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ബാംഗ്ലൂരിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. പോവാം. എവിടെ നോക്കിയാണല്ലോ മരക്ക് വരുന്നത്. ബാംഗ്ലൂർ വന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് പോകണമെന്നാണെങ്കിൽ നമ്മൾ രാവിലെ ഒരു 5 മണിയാകുമ്പോഴത്തേന് ഇറങ്ങണേക്കും ബെറ്റർ. അതാകുമ്പോൾ ഈ ട്രാഫിക് കിട്ടത്തില്ല. എനിക്കെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി. ഉറങ്ങി എണീറ്റപ്പോൾ ഒരു 6-6:30 മണിയായിപ്പോയി. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡ് കയറി എന്നിട്ട് തെറ്റായി പോയെന്ന് പറഞ്ഞിട്ട് പിന്നെയും കുറച്ച് കഷ്ടപ്പെട്ട് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കയറി നമ്മുടെ വളവ് വെച്ച് ഹൈദരാബാദിലേക്കുള്ള ഇതും കൂടി മിസ്സായി കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയി നിൽക്കുമെന്ന് ദൈവത്തിനറിയാം. ഇത് ഇതെല്ലാം നോക്കി ശരിയാണ്. ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണം. മര്യാദ റോട്ടിൽ കൂടി തന്നെ ഓടിച്ചാൽ പോരെ. ഗൂഗിൾ മാപ്പ് പണി വെച്ച് മറ്റുള്ളതായിട്ട് ഓഫ് റോഡിങ്ങിന് പോകത്തില്ല. കുറച്ച് ഓഫ് റോഡിങ്ങിന് പോയി നോക്കാം. അമ്മേ ഇതത് വൃത്തിയായിട്ട് ഓഫ് റോഡിങ് ആയിപ്പോയി. This is what this bike is made for, guys. Yeah. And all tire slipped. And എന്താണത്? റിംഗ് ടോണാ? നമ്മൾ മാടി വിളിക്കുന്നു ഇങ്ങോട്ട്. ഫുൾ ടാങ്ക് കരുതു. നോർമൽ 2197 രൂപക്ക് കയറി. 19.50 ലിറ്റർ. അങ്ങനെ നമ്മൾ ഫൈനലി ഹൈവേയിലേക്ക് കയറി ഗൈസ്. ഇപ്പോഴാണ് സന്തോഷമായത് എനിക്ക്. റൈറ്റ് സൈഡിൽ നിന്ന് നല്ല വിൻ ബ്ലാസ്റ്റ് ഉണ്ട്. വണ്ടി പതുക്കെ ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. മോട്ടോറിൻ്റെ സിസ്റ്റം ക്ലീൻ പ്ലസ് ഉണ്ടായിരുന്നു. അത് ടാങ്കിൽ ഒഴിച്ചിട്ടുണ്ടാകുമ്പോൾ അത് സ്ഥലമില്ല, അല്ലെങ്കിൽ ഒരെണ്ണം മേടിക്കായിരുന്നു.
ഇവിടെ വെള്ളം കുടിക്കാൻ നിർത്തിയതാണ്. വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ ഫുഡൊന്നും കഴിച്ചപ്പോൾ ഫുഡില്ല. പിന്നെ ഒരു ചായ കുടിച്ച് കുറച്ച് വെള്ളം കുടിച്ച് പിന്നെ ഒരു വെള്ളം കുപ്പിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. ഇവിടുത്തെ ഹോട്ടൽസൊന്നും ഇല്ല അതാ. പിന്നെ വണ്ടി തണുത്ത് വെച്ചുകൊണ്ട് വണ്ടി കുറച്ച് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അധികം ലേറ്റ് ആക്കണ്ട, നമുക്ക് പോവാം. ഞാൻ പിന്നെ അവിടെ ചായ കുടിക്കാൻ ഒരു സമയത്ത് എൻ്റെ അടുത്ത് 2 ആൾക്കാരൊന്ന് പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഒറ്റക്കാണോ പോണേ, ഇവിടെ കൂടി പാസ് ചെയ്യുമ്പോൾ ഈ റോഡിൽ കൂടി പാസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ട്രക്കുകാരെ മാത്രം നോക്കിയാൽ മതി, അവർ ഭയങ്കര റഫായിട്ട് അവിടെ ഓടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നല്ല അഡ്വൈസൊക്കെ കിട്ടുന്നുണ്ട്, നമുക്ക് നല്ലതാണ്. ഇനി ഹൈദരാബാദ് എത്തിയിട്ടോ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ബൈക്ക് അക്സസറി ഷോപ്പ് കിട്ടുകയാണെങ്കിൽ അവിടെ നിർത്തിയിട്ട് എനിക്ക് ഇയർ പ്ലഗ് മേടിക്കണം. നല്ല വിൻ ബ്ലാസ്റ്റ് ഉണ്ട് ഇവിടെ നിന്ന്, പൈസ അടച്ചിട്ടേക്കണം, എന്നാലും നല്ല വിൻ ബ്ലാസ്റ്റ് കയറുന്നുണ്ട് ഹെൽമെറ്റ് അകത്ത്. അതുകൊണ്ട് ചെവിയിൽ നല്ലൊരു കാറ്റടിക്കുന്നുണ്ട്. എത്ര ചൂടാണെങ്കിലും ഒരു ചായ കുടിച്ചാൽ തീരാവുന്ന ക്ഷീണമേ ഉണ്ട്. ഞാൻ നിർത്തിയിട്ട് ഒരു കുപ്പി തണുത്ത വെള്ളം മേടിച്ചത് ഉള്ളു കുടിച്ച്, എന്നിട്ടും എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നി. പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് കരുതി ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സെറ്റായി, മൈൻഡൊക്കെ ഫ്രഷായി. ഞാനവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ട് ഓൾമോസ്റ്റ് ഒരു മണിക്കൂറാണ് ഞാൻ റീൽസും കണ്ടിരുന്നത്. സമയം പോയി തുടങ്ങിയില്ല. നേരത്തെ 10 മണിക്ക് എത്തേണ്ട നമ്മളായിരുന്നത്, ഇപ്പോൾ എനിക്ക് 11:30 കഴിഞ്ഞു. അപ്പോൾ 1 മണിക്കൂറിന് മേലെ ഇരുന്നിട്ടുണ്ട് ഞാൻ. 478 കിലോമീറ്ററാണ് കാണിക്കുന്നത്, ഓൾമോസ്റ്റ് ഒരു 10 മണിക്കൂർ. നമ്മൾ അത്രയും ദൂരം ഒറ്റ സ്ട്രെച്ചിൽ എത്തൂല ചിലപ്പോൾ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എവിടെയെങ്കിലും റൂം എടുക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഈ 3 ദിവസമായിട്ട് കുറേ വീഡിയോ എടുക്കണമെന്നല്ലാണ്ട് അത് എഡിറ്റ് ചെയ്തിട്ടില്ല, അപ്ലോഡ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വരുന്ന വഴിക്ക് ചൂട് കൂടിയിട്ട് നൈസായിട്ട് കാലൊക്കെ ഫുള്ളാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു പഴയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അപ്പോൾ അവിടെ വണ്ടി അങ്ങോട്ട് കയറ്റി വെച്ച് ഇനി ഇവിടുന്ന് ഹൈദരാബാദ് പോകണം. ഹൈദരാബാദ് ഓൾമോസ്റ്റ് 7-7.5 മണിക്കൂർ എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുർണൂലെന്നൊരു സ്ഥലമുണ്ട്, ഞാൻ അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. ഇവിടെ എന്തോ കാറ് എന്തോ വന്ന് ഇടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് കോൺക്രീറ്റൊക്കെ പോയി ഇതാക്കി ഫുള്ള് ബെൻഡായിരിക്കണേ. ഇതേപോലെ ഉണ്ടായി ഇവിടെ ഒരു ബെഞ്ചും കാണുന്നില്ല ഇവിടുത്തെ. അപ്പോൾ ഓക്കെ, ഇവിടെ നിന്ന് പോവാം. ഓൾമോസ്റ്റ് 1.5 മണിക്കൂറായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഇടയിൽ കുറേ പേര് ഫോണും മഞ്ഞാരൊക്കെ നിർത്തി ചോദിച്ച് എവിടെ പോകുന്ന, ഒറ്റക്കാണോ, എത്ര കിലോമീറ്റർ ഉണ്ട്, എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ. ബൈ. നിങ്ങൾ ഇതേപോലെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ 2 കുപ്പി വെള്ളം മേടിച്ച് വെക്കുക, ഇല്ലെന്നാണെങ്കിൽ ഹൈഡ്രേഷൻ ബാഗ് യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ നിന്ന പോലെ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഷെയ്ഡ് കിട്ടുന്നിടത്ത് നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാലും ബോഡി ഡീഹൈഡ്രേറ്റ് ആവും. അപ്പം നമുക്ക് തൊണ്ടയൊക്കെ ഉണങ്ങി നാക്കൊക്കെ നമുക്ക് ഒരുമാതിരി ഫീലായിരിക്കും ആ സമയത്ത്. അപ്പം നമ്മൾ ആഗ്രഹിക്കണ കുറച്ച് വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് പറ്റിപ്പോയ അബദ്ധം അതാണ്, എൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. വയസ്സ് നല്ല ഹെവി വിൻ ബ്ലാസ്റ്റ് ഉണ്ട്, വണ്ടീനെ നല്ലപോലെ പുഷ് ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ രാവിലെ ഇറങ്ങിയിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഇത്ര നേരമായിട്ട്. മണി 4:30. ശരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നമ്മളെപ്പോഴും എന്തെങ്കിലും ലൈറ്റായിട്ടെങ്കിലും കഴിക്കുക, ചെറുതായിട്ട്. അത് ബിസ്ക്കറ്റ്, കേക്ക് അങ്ങനെയുള്ള ഐറ്റംസ് അല്ല, ശരിക്കുള്ള ഫുഡ്. എന്തെങ്കിലും ഇഡ്ഡലിയോ ദോശയോ. ഇനി അതൊന്നും കിട്ടിയില്ലെന്നാണെങ്കിൽ ഇതേപോലെ ആന്ധ്രയ്ക്ക് എത്തുമ്പോഴത്തേക്കും മറ്റേ ഇത് കിട്ടും, ആലു പൊറാത്ത ഒക്കെ കിട്ടും. അത് ഒരെണ്ണം മേടിച്ച് കഴിച്ചാൽ മതി. അത് യാത്ര ചെയ്യുമ്പോൾ വെള്ളം കുടിക്കണ കാര്യത്തിൽ നമ്മുടെ ഫാസിൽ പറഞ്ഞ പോലെ ചെയ്യുക. ഒരാൾ ഒരു ദിവസം വരും 8 ലിറ്റർ വെള്ളം കുടിക്കും, എന്നിട്ട് മൂത്രമൊഴിച്ച് കളയണം.
ഹൈദരാബാദ് 299 കിലോമീറ്റേഴ്സ്, കുർണൂൾ 89 കിലോമീറ്റർ. നമുക്ക് നോക്കാം. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല കുർണൂൽ നിർത്തുമെന്നോ അല്ലെങ്കിൽ ഹൈദരാബാദ് വരെ ഓടിച്ചെത്തുമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാര്യം നമ്മൾ പ്ലാൻ ചെയ്യണ പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം പൂനെ, ഗുജറാത്ത് വഴി രാജസ്ഥാൻ അങ്ങനെ പോകാനായിരുന്നു പ്ലാൻ. അപ്പോഴാണ് എൻ്റെ അപ്പം വിളിച്ചിട്ട് എന്നെ പറഞ്ഞത്, എടാ ഗുജറാത്തിൽ ഫ്ലഡിങ് ആണ്, രാജസ്ഥാനിലാണെങ്കിൽ ഒടുക്കത്തെ ചൂടുമാണ്. അപ്പം ഞാൻ കരുതി ആ റൂട്ട് വേണ്ട, റൂട്ട് മാറ്റി പിടിക്കാം. അങ്ങനെയാണ് നമ്മളിത് ഈ ഹൈദരാബാദ് റൂട്ട് എടുത്തത്. നല്ല രീതിക്ക് വിൻഡോസ് ഉണ്ട് ടൈം. ഇപ്പം ഞാൻ പറയുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. വൈസറൊക്കെ അടച്ചിട്ട് അങ്ങനെയാണ്, എന്നാലും അകത്ത് നല്ലൊരു വിൻഡ് കയറുന്നുണ്ട്. ഫുൾ ടാങ്ക്. ആ ക്യാമറ 205940. രണ്ടായിരത്തി 5940 17.46 ലിറ്റർ. അവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ട് എന്തോ ഒരു വല്ലായ്മ പോലെ എനിക്ക് തോന്നുന്നു. വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നും പറ്റാതിരുന്നാൽ മതി. എന്താണത് നോക്കിയാൽ കുട്ടി നിറച്ചുകൊണ്ട് പോണേ. ഇവിടെ ഉണ്ടോ നോക്കാം. പോകുന്ന വഴിയിൽ ഇവിടെ ഹൈവേയിലൊരു റെസ്റ്റോറൻറ്റ് കണ്ട് നിർത്തി. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് ചപ്പാത്തിയും കോളിഫ്ലവർ കറിയും പിന്നെ പരിപ്പ് എല്ലാം കൂടി 60 രൂപ. പിന്നെ ഇവിടെ തൊട്ടടുത്ത് ഞാനൊരു റൂം വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, 600 രൂപ എന്നാണ് പറഞ്ഞത്. അവിടെ പോയിട്ട് നോക്കാം റൂമിൻ്റെ കണ്ടീഷനൊക്കെ എങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനവിടെ നിൽക്കോട്ടെ. ഇതെന്താണ് അമ്പലത്തിനുള്ളില്ല സ്റ്റേ? ఆదిత్య రెసిడెన్సీ, ఆదిత్య రెసిడెన్సీ बुक చేసుకున్నారా? हाँ बुक रूम बुकिंग हो गया ना? हाँ बुकिंग है? हाँ बिलिंग है। हाँ ओके ओके. The next day. നമ്മൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്ത ശ്രീ വിനായക റൂംസ്. AC 1000 രൂപയും നോൺ AC 600 രൂപയും. ഞാൻ ഇന്നലെ AC റൂമാണ് എടുത്തത്. പക്ഷേ വെളുപ്പിന് 2 മണിയായപ്പോഴത്തേക്കും കറണ്ട് പോയി. പിന്നെ ഉറങ്ങാനേ പറ്റിയിട്ടില്ല. ഇവിടെ കുളിക്കാനൊക്കെ പറ്റി ഉറങ്ങിയെന്ന്. ഇവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട് അവിടെ. നമുക്കിനി ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഇന്നലെ ഞാൻ രാത്രി ഫുള്ള് എണീറ്റിരുന്ന് വെച്ച്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന എഴുതിയപ്പോഴത്തേക്കും ലാപ്ടോപ്പിനും ചാർജില്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അതും നടക്കത്തില്ല, ഉറങ്ങാനും പറ്റുന്നില്ല, ഭയങ്കര ചൂടും.
എന്നിട്ടൊരു 7 മണിയായപ്പോഴത്തേക്കും കറണ്ട് വന്നു. എന്നിട്ട് കിടക്കാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഉറക്കം വരുന്നില്ല. പോകുന്ന വഴിക്കൊരു ധാബ കണ്ടു. അവിടെ നിർത്തി ഫുഡ് കഴിച്ച് 140 രൂപ. വെള്ളം കുപ്പിയും കൂടി ചേർത്ത് 160 രൂപ. ഞാൻ നേരത്തെ ഫുഡ് കഴിക്കാൻ നിർത്തിയില്ലേ, അതിന് കുറച്ച് മുന്നേയായിട്ട് എനിക്കൊരു കോൾ വന്നായിരുന്നു. ഞാനത് സ്ക്രീനിൽ കണ്ടു, പക്ഷെ എൻ്റെ ഹെൽമെറ്റിൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കാര്യം ഇൻ്റർകോം കണക്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഇതെന്ത് പറ്റിയെന്ന് ഞാൻ എന്നിട്ട് വണ്ടി നിർത്തി നോക്കി. അതായത് ഫുഡ് കഴിക്കാൻ നിർത്തിയ സമയത്ത് ഞാൻ എന്താ സംഭവം നോക്കി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇൻ്റർകോം ഓണാവുന്നില്ല, ഇൻ്റർകോമിൽ പവർ വരുന്നില്ല. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാനിങ്ങനെ സുഭാഷ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സർവീസ് സെൻറ്റർ അടുത്ത് ഉണ്ടാകുന്നൊക്കെ നോക്കണത്. അതാണെങ്കിൽ കർണാടകയിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇനി തിരിച്ചങ്ങോട്ടേക്ക് പോക്ക് നടക്കണ കാര്യമല്ല. അത് ഞാൻ യൂട്യൂബിൽ ഗൂഗിളിലൊക്കെ കുറേ നോക്കി, ഇതെന്തുകൊണ്ട് പവർ ഓൺ ആവുന്നില്ല, അതിനെങ്ങനെ സോൾവ് ചെയ്യാം. കിട്ടിയ ആൻസർ എന്ന് വെച്ചാൽ ഹാർഡ് റീസെറ്റ് ചെയ്യണം. ഹാർഡ് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇത് പവർ ഓൺ ആവണം, എന്നിട്ട് ആപ്പായിട്ട് കണക്റ്റ് ആവണം, അതുപോലെ ഹാർഡ് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് കുറച്ച് നേരത്തേക്ക് അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിന്ന്. ഇനി എന്ത് ചെയ്യും? ഇൻ്റർകോമിൻ്റെങ്കിലും പോകാം, പക്ഷേ ഇൻ്റർകോം ഭയങ്കര ഹെൽപ്ഫുൾ സാധനമാണല്ലോ. ആണ് ഞാൻ ഇതൊന്നും കൂടി ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്ത് വെച്ച്, എന്നിട്ട് ഇതിൻ്റെ എല്ലാ ബട്ടണും കൂടിയൊക്കെ ഒരുമിച്ചപ്പോൾ കുറേ നേരം അമ്പിയൊക്കെ നോക്കി. പെട്ടെന്ന് ഒരു പച്ച ലൈറ്റ് അങ്ങോട്ട് കണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ഇൻ്റർകോം കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹാർഡ് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. ദൈവത്തിൻ്റെ നന്ദി. हाँ 60 किलोमीटर के आसपास कुछ है। काश्मीर जाना है ना? बस घूमने के लिए जा रहे हैं। हाँ चलो। ഇരുപത്താറ് കിലോമീറ്ററിന് 24 മിനിറ്റ് കാണിക്കുന്ന. ആ 24 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ മഴ പെയ്ത റോഡിൽ ഫുള്ള് വെള്ളമാണ്. റോഡ് സ്ലിപ്പറി ആയിട്ട് കിടക്കണമായിരിക്കും. ടു ആൻഡ് ത്രീ വീലേഴ്സ് നോട്ട് അലൗഡ്. വഴി ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് ഈ വഴി 2 വീലേഴ്സും 3 വീലേഴ്സും അലൗഡ് അല്ല. അതിൻ്റെ അപ്പുറത്ത് സർവീസ് റോഡുണ്ട്, ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇനി ഈ റൗണ്ട് അബൌട്ട് കറങ്ങി വരണം. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്, കുഴപ്പമില്ല. ഇരുപതാണ് ഈ റോഡിലെ സ്പീഡ് ലിമിറ്റ്. 20-ലൊക്കെ ആരെങ്കിലും പോകാൻ പറ്റുമോ? ഞാൻ 20-ൽ പോയി കാണിച്ചു തരാം. ഇതാണ് 20. ഞാനിത് എപ്പോഴെത്താനാണ്? നാളെ രാത്രി അവിടെ എത്തുമ്പോൾ. കണ്ടോ, കണ്ടിടുന്ന വെച്ച സാധനമാണ്.